സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസയെ ജയിലിൽ പോയി കണ്ട സുമിത്രയാണെങ്കിൽ മാനസയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ബലരാമനുമായിട്ടുള്ള നിൻ്റെ വിവാഹം നടത്തിക്കുമെന്നും നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയായിരിക്കും, ഇവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് നിൻ്റെ വീട്ടിലേക്കാണെന്നൊക്കെ പറഞ്ഞ് സുമിത്ര നേരെ ഹേമയെ കാണാനായിട്ട് വീട്ടിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭക്തിമാർഗത്തിൽ മനസ്സ് മാറിയ ഒരു നല്ല പിള്ളയായിട്ട് ചെമയുന്നുണ്ട് സുമിത്ര ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഹേമയ്ക്ക് മനസ്സിലാകുന്നത് ബലരാമൻ്റെ വളർത്തമ്മയാണെന്ന് പറയുമ്പോഴേ ഹേമയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ താൻ തെറ്റായ മാർഗത്തിലൂടെയൊന്നും അല്ലെന്നും ഈശ്വരവിശ്വാസവും തീർത്ഥാടനമായിട്ട് നടക്കുന്ന തന്നോട് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവരണമെന്ന് മാനസ പറഞ്ഞത് പ്രകാരം പ്രസാദം കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് അവൾ ജയിലിലായ കാര്യം. ജയിലിൽ പ്രസാദം കൊണ്ടുപോയി കൊടുത്തെങ്കിലും അവൾ പറഞ്ഞത് എനിക്ക് പ്രസാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അച്ഛനും അമ്മയും പോലും കൈവിട്ടപ്പോൾ ദൈവങ്ങളുടെ ആവശ്യം എനിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിച്ചെന്നും ഹേമയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് 10 മാസം നൊന്ത് പ്രസവിച്ചത് നിങ്ങൾ തന്നെയല്ലേ, അവളെ ഈ ലോകം കാണിച്ചതും നിങ്ങൾ തന്നെയല്ലേ, അവളുടെ കൈ പിടിച്ച് നടത്തിച്ചതും നിങ്ങൾ തന്നെയല്ലേ. അങ്ങനെ സെൻറ്റിമെൻ്റായിട്ട് ഹേമയുടെ മനസ്സിൽ കയറി പറ്റുന്നുണ്ട് നമ്മുടെ സുമിത്ര. ഒടുക്കം ഹേമയ്ക്ക് തന്നെ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിക്കുന്നു. കാരണം ഹേമയും ജയമോഹനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് സുമിത്ര സംസാരിക്കുന്നത്. ഹേമയെ വിവാഹം ആലോചിച്ച് വെച്ച് വിവാഹത്തിൻ്റെ ഡേറ്റ് അടുത്ത സമയത്ത് ഈ വിവാഹത്തിനോട് തനിക്ക് ഇഷ്ടമല്ലെന്നും മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഹേമയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അത് തന്നെയാണ് മാനസയും കാണിച്ചത്. മാനസയുടെ സ്ഥാനത്ത് ഞാനും കാണാമായിരുന്നെങ്കിൽ കൃഷിനെയും കൺമണിയെയും വെച്ചേക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ മാനസ നിരപരാധിയാണെന്നുള്ള തോന്നൽ ഹേമയുടെ മനസ്സിൽ വരുന്നു എന്ന് മാത്രമല്ല, സുമിത്ര കുറ്റക്കാരിയായി ഹേമയെ ചാർത്തുമ്പോഴും എന്തായാലും ഹേമയും ജയമോഹനും കൂടി ഇനി മാനസയെ പുറത്തിറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സാഗറിനാണെങ്കിൽ ഒരു സമാധാനവുമില്ല, നിരന്തരം ബലരാമനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ കിട്ടുന്നുമില്ല. ആ സമയത്ത് സുജി വന്ന് ചോദിക്കുന്നു, എന്താ സാഗരേട്ടൻ്റെ മുഖത്ത് ഇത്ര ടെൻഷൻ, ആരെയും വിളിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് കൃഷിൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൃഷിനെ കണ്ടതും അവന് കഴിക്കാൻ ഫുഡ് എടുത്തു കൊടുക്കാൻ സാഗർ പറഞ്ഞ് വിഷയം മാറ്റി സുജി അങ്ങ് പറഞ്ഞയച്ചതിന് ശേഷം കൃഷിനോട് കാര്യങ്ങൾ പറയുന്നു. സാഗർ ചോദിക്കുന്നുണ്ട്, നീ ബലരാമനെ വിളിച്ചിരുന്നോ? ഇല്ല. ബലരാമൻ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. എനിക്കൊരു മെസ്സേജ് അയച്ചു, ഗൾഫിൽ പോയെന്നും അധികം താമസിക്കാതെ നാട്ടിൽ വരുമെന്ന്. മെസ്സേജ് അല്ലേ അയച്ചത്? അവൻ്റെ ശബ്ദമൊന്നും നീ കേട്ടിട്ടില്ലല്ലോ. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. നിന്നോട് ഞാൻ മറച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. അവന് പൂർവ്വകാല കുറേ ചരിത്രങ്ങളുണ്ട്. ഒന്നും നിന്നോട് പറയേണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പറയാനൊരുങ്ങുന്ന സമയത്ത് കൃഷി പറയുന്നു, ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതല്ല മോനെ, ഇനി ആ പഴയ ഗ്യാങ്ങും കാണും അവനെ ശല്യം ചെയ്യാനോ അവനെ അപായപ്പെടുത്താനും കാണാൻ ശ്രമിച്ചതായിരിക്കുമോ? എൻ്റെ മനസ്സിൽ പല പേടി വരുന്നു എന്ന് പറയുന്നത് സുജി കേട്ടിട്ട് സുജി പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ എന്താ സംഭവിച്ചേ? ഒന്നുമില്ല സുജി, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അതല്ല, എൻ്റെ ബലരാമൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. 2-3 ദിവസമായി എനിക്കൊരു സമാധാനവുമില്ല. ഞാൻ ആരുടെയും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ കൃപമോളും ബലരാമനെ നേരിൽ കാണുമ്പോൾ സന്തോഷവും സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അല്ലാതെ ഒരു നേരം പോലും അവനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴും ഇവർക്ക് സംശയമാണോ എന്തോ അവൻ എൻ്റെ മകനാണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ സാഗർ പറയുന്നു, നീ എന്തൊക്കെയാണ് സുജി പറയുന്നത്? തടയേണ്ട അച്ഛ, അമ്മയുടെ മനസ്സിൻ്റെ വിഷമമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കുന്നത്. എന്തായാലും ചേട്ടൻ എവിടെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഭാഗ്യശ്രീക്കറിയാം. ഭാഗ്യശ്രീ വിളിച്ച് കാര്യം തിരക്കിയാൽ പോരെ എന്നും പറഞ്ഞ് ഭാഗ്യശ്രീ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് കേട്ടിട്ട് കൃഷി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നു. സാഗർ വന്ന് കാര്യം തിരക്കുമ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പം എല്ലാവർക്കും ടെൻഷൻ വരുന്നു. പ്രത്യേകിച്ചും സുജിക്ക്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇപ്പം തന്നെ ഞാൻ ബലരാമേട്ടൻ്റെ വീട്ടിൽ പോയി കാര്യം തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷി അങ്ങ് പോകുന്ന സമയത്ത് സുജി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ദേവ്ജിയെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ വരുന്നുണ്ട്. കല്യാണ ലെറ്ററും കൊടുത്ത് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം ആദ്യമായിട്ട് തരുന്ന ലെറ്റർ ദേവ്ജിക്കാണെന്ന് പറയുമ്പം കൺമണിയുടെ മനസ്സിൽ എനിക്ക് അത്രമാത്രം സ്ഥാനമുണ്ടെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം എന്ന് പറയുമ്പം സ്ഥാനമുണ്ട്, പക്ഷേ താൻ പണ്ട് ചെയ്തു പോയ ഒരു തെറ്റിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അതായത് മാനസയ്ക്ക് വേണ്ടിയിട്ട് താൻ വരച്ച പടം തൻ്റെ അല്ലെന്ന് പറഞ്ഞ് ദേവ്ജിയെ അപമാനപ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ കൺമണിയുടെ മനസ്സിൽ അലട്ടുന്ന സമയത്ത് ദേവ്ജി പറയുന്നു, ആ കാര്യത്തെ ഓർത്ത് മോള് വിഷമിക്കേ വേണ്ട. അർഹതപ്പെടാത്ത കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനല്ലല്ലോ നോക്കിയത്, അർഹതപ്പെട്ടത് വിട്ടുകൊടുത്തതല്ലേ. വിട്ടുകൊടുക്കുന്നത് നല്ല മനസ്സാണ്. മോളുടെ നല്ല മനസ്സുകൊണ്ട് നല്ലൊരു പയ്യനെയും കിട്ടിയിട്ടുണ്ട്. അധികം താമസിക്കാതെ കൺമണിയുടെ ജീവചരിത്രം ഒരു ചാനൽ ഡോക്യുമെൻ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം കൺമണി പറയുന്നു, താൻ അതിനൊന്നും യോഗ്യയല്ല,
അതിനേക്കാളും എത്രയോ അർഹതപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അർഹതയില്ലാത്തവരും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അർഹതയുള്ള കൺമണി എന്തിനു മാറി നിൽക്കണം? നാളെ തന്നെ ചാനലിൽ നിന്നും റിപ്പോർട്ടേഴ്സ് വരുമെന്ന് പറഞ്ഞ് ദേവ്ജി അങ്ങ് പോകുമ്പോഴത്തേക്കും കൺമണിക്ക് സന്തോഷം അതുപോലെ ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. കൃഷി ആണെങ്കിൽ ബലരാമൻ്റെ വീട്ടിൽ വന്ന് തട്ടി വിളിക്കുന്നുവെങ്കിലും ആരും വന്ന് ഡോറ് തുറക്കുന്നില്ല. ആ കൃത്യസമയത്ത് സുമിത്രയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൃഷി ബലരാമനെയും ഭാഗ്യശ്രീയെ അന്വേഷിച്ച് വന്നയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി സുമിത്രയാണെങ്കിൽ രണ്ടുപേരും വിദേശത്താണെന്ന് കള്ളം പറയുന്നെങ്കിലും കൃഷിന് സമാധാനവും വിശ്വാസവും വരുന്നില്ല. ഭാഗ്യശ്രീയെ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നമ്പർ തരാൻ പറയുമ്പോൾ ഒരു നമ്പരും തനിക്കറിയില്ല, ആ വിളിച്ചാൽ കിട്ടുന്ന നമ്പരാണ് സ്വിച്ച് ഓഫ് ആയെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതിൽ ഉറപ്പായിട്ടും കള്ളമുണ്ട്. സ്വന്തം മകളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അറിയത്തില്ലെന്ന് പറയുമ്പോൾ പോലും നിങ്ങളുടെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ല. എനിക്കറിയാം സാഗർ കുടുംബത്തെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ലെന്ന്. ഞാനും എൻ്റെ ഭർത്താവും ജയിലിൽ പോയതിന് ശേഷം ഞങ്ങളുടെ മനസ്സാകെ മാറിയെന്നും ഇപ്പോൾ പഴയതുപോലെ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളോടുള്ള യാതൊരു വിരോധവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുന്നുവെങ്കിലും കൃഷി പറയുന്നു, എന്തായാലും ബലരാമേട്ടനോടും ഭാഗ്യശ്രീയോടും പറയണം, അവരെ തിരക്കി സുഖവിവരം അന്വേഷിക്കാനല്ല, അവരെവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കൃഷി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് കൃഷി അങ്ങ് പോകുമ്പോഴത്തേക്കും സുമിത്രയുടെ മുഖത്തൊരു പുച്ഛം കാണാനുണ്ട്.